അപ്പൊ ഇന്ന് റിപ്പബ്ലിക് ദിനാണല്ലോ, മക്കൾക്കൊക്കെ മനസ്സിലായില്ലേ? അതെ, റിപ്പബ്ലിക്കാണ്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു വിശേഷം കൂടി, വേറൊരു സന്തോഷ ദിവസമാണ് നമുക്ക്. എന്താന്നറിയോ, പറയട്ടെ? പറയൂ. ഇന്ന് നമ്മളെ യൂട്യൂബ് തുടങ്ങിയിട്ട് 3-ാമത്തെ വർഷമാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് നമ്മൾ അറിയാനായിട്ടായി. പിന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോ ഇത്തിരി വിലയൊക്കെ കൂടി. അതെ, എല്ലാരും അറിയണം, ഫോട്ടോ എടുക്കണം, നമുക്കൊരു സന്തോഷല്ലേ എത്രയായാലും അല്ലേ? അപ്പൊ അതന്ന് അതൊക്കെ പ്രമാണിച്ച് ചെറിയൊരു കാറ്ററിംഗ് ഉണ്ടാക്കും. അത് പിന്നെ നമ്മള് 2 ദിവസം ചെയ്തില്ലേ, അവിടേക്ക് തന്നെയാണ്. അപ്പൊ എന്തായാലും വിരുന്നാത്ര. അതെ, അപ്പൊ അവരെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴും വേണം അത്യാവശ്യം. അപ്പൊ ഒന്ന് സേമിയ പായസം ഉണ്ടാക്കി ചെറിയൊരു സദ്യ ഉണ്ട്. അപ്പൊ എന്തായി, 2 റിപ്പബ്ലിക്കായി, നമുക്ക് കാറ്ററിംഗിന്റെ സദ്യ 2 അല്ല 3 പിന്നെ നമ്മളെ യൂട്യൂബ് 3-ാമത്തെ കൊല്ലം ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ആഘോഷാട്ടോ. പറയാല്ലേ, അതുകൊണ്ടാ സ്കൂളിൽ പോവാതിരുന്നു. നാലും കുഞ്ഞാവൊക്കെ റിപ്പബ്ലിക് ഡ്രസ്. കുഞ്ഞാവ് കാണിച്ച നേരെ കാണിക്കേ, കൊടി കാണിക്കൂ കുഞ്ഞോ. കുഞ്ഞാവ് സാമിക്കുട്ടിയായിരുന്നു, മുടിയൊക്കെ ചുരുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് പേരെ സപ്പോർട്ടോണ്ടാണ് നമ്മൾ ഇതുവരെ. അതെ, നിങ്ങളെല്ലാരും കൂടെ നിന്നോണ്ട് മാത്രാട്ടോ. ഇനി എല്ലാരും മുത്തശ്ശിയുടെ കൂടെ ഇനി ഉണ്ടാവണം കേട്ടോ. എല്ലാരും സപ്പോർട്ട് ചെയ്യണം, നമ്മളെ വീഡിയോസ് ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം, കമന്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇനിയുള്ള വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. എന്തായാലും പായസത്തിന്റെ മുന്നിലാണ് എല്ലാരും നിക്കണത്. പായസല്ലേ പ്രധാനം. അതെ, അപ്പൊ അമ്മ പറഞ്ഞു, എന്തായാലും നമുക്കിന്ന് 3 വിശേഷങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ നമുക്കിന്ന് സേമിയ പായസം ആയിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ. കുട്ടികൾക്കൊക്കെ സേമിയ ഇഷ്ടം, വലിയവർക്കും കൂടെ ചിലവർക്കൊക്കെ അതാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവർക്കും ഉള്ളത് ഉണ്ട് കേട്ടോ. ആർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും വന്നോളൂ. അതെ, ഇവിടെ വന്ന ഒരു ഗ്ലാസ് പായസം കുടിച്ച് പോവാ. ചിലവരൊക്കെ കമന്റിൽ പറയാറുണ്ട്, മുത്തശ്ശിയുടെ ഇവിടെ വന്ന് മുത്തശ്ശിയുടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, അവസരം കിട്ടട്ടെ. നമ്മളെല്ലാരും വിളിക്കൂട്ടോ. അപ്പൊ എല്ലാരും പറയും സദ്യ ഉണ്ണാൻ കൊതിയാവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്, പിന്നെ കമന്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എല്ലാരും വന്നോളൂ. ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും സേമിയ പായസം കുടിച്ചിട്ട് പോവാട്ടോ. ദോശ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾ നല്ല ഇതേപോലത്തെ ഒരു കയ്യിൽ ചട്ടുകം, എന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ, അതന്നെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്ക് പൊട്ടറ്റോ അങ്ങനെ മാഷ് ചെയ്ത് നമ്മൾ ഈ ഒരു ബാജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അല്ലാണ്ട് ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും പത്തിരി ചുടുമ്പോഴും ചപ്പാത്തി ചുടുമ്പോഴും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. നല്ല റേറ്റ് കുറവിൽ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് എന്തായാലും റൈറ്റ് സൈഡിൽ മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ, അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.